എൻ്റെ പേര് സെൽവി. ഞാൻ കോഴിക്കോട് കൂടഞ്ഞിൽ നിന്നാണ് വരുന്നത്, ചാത്തമംഗലം ഇടവക. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി കൃപാസനത്തിലേക്ക് കടന്നു വന്നത് 2019 ജീവിതത്തിൽ ഒത്തിരിയേറെ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട സമയത്ത്, ജപ്തി നടപടി നേരിടുന്ന സമയത്താണ് ഇവിടെ കടന്നു വന്നത്. അന്ന് ഉടമ്പടി എടുക്കാനായിട്ടല്ല വന്നത്, ഒന്ന് പ്രാർത്ഥിക്കാനായിട്ടാണ് വന്നത്. പക്ഷേ എൻ്റെ കൂടെ വന്നവരെല്ലാവരും ഉടമ്പടി എടുക്കുന്നത് കണ്ടപ്പോൾ ഞാനും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അത് മൂന്നാമത്തെ പുതുക്കലിന് സമയത്ത് എൻ്റെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് അത്ഭുതകരമായിട്ട് ആ ജപ്തി നടപടികൾ നേരിടുന്ന 5 ലക്ഷം രൂപ അടക്കാനായിട്ട് ഒരു നിവൃത്തിയില്ലാതിരുന്ന സമയത്ത്, ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് പലരിൽ നിന്നായിട്ട് പൈസ കിട്ടി. ആ പൈസ അടക്കാനും ജപ്തി നടപടി പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഞങ്ങളുടെ ആധാരം തിരിച്ചെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. പിന്നീട് പല കാര്യങ്ങളും ഞാൻ പ്രാർത്ഥിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ച് നാളത്തേക്ക് ഉടമ്പടി അങ്ങോട്ട് ലാഗ് ചെയ്തു. പിന്നീട് ഞങ്ങളുടെ വീടിൻ്റെ ആ ചെറിയൊരു വീടായിരുന്നു, ആ വീട് പുതുക്കി പണിയാനൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ പുതുക്കി പണിയാനായിട്ട് ഇവിടെ വന്ന് നിയോഗം വെച്ചെങ്കിലും പിന്നീട് ഉടമ്പടിയിൽ അങ്ങോട്ട് പൂർണ്ണമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. എന്നായിരുന്നാലും പ്രാർത്ഥനയുണ്ടായിരുന്നു. ഉടമ്പടി പ്രത്യക്ഷീണ പ്രാർത്ഥനയൊക്കെ പലപ്പോഴും പല പ്രാവശ്യമായിട്ട് മുടങ്ങി പോകുമായിരുന്നു. പിന്നീട് ഞാൻ എൻ്റെ വീടിൻ്റെ പണിയൊക്കെ തുടങ്ങി. 2021 വീടിൻ്റെ പണി തുടങ്ങിയെങ്കിലും വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ പറ്റാതെ ഏറെ വിഷമിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ മകൻ്റെ വിവാഹം, അവന് 2021 തുടങ്ങി ഞങ്ങൾ വിവാഹം ആലോചിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യവും നടക്കാൻ തടസ്സങ്ങളായിരുന്നു. പല തടസ്സങ്ങളായിരുന്നു. കാര്യങ്ങൾ വരുമ്പോഴും അടുപ്പിച്ച് വരുമ്പോഴേക്കും പല തടസ്സം കൊണ്ട് മാറിപ്പോകുമായിരുന്നു. ഈ 2 നിയോഗങ്ങളാണ് ഏറ്റവും കൂടുതൽ വെച്ചിരുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ പണിയും അതേപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയും മകൻ്റെ വിവാഹവും. 2024 ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഉടമ്പടി എടുത്തു. കാരണം എൻ്റെ കാശ് രൂപം നഷ്ടപ്പെട്ടു പോയായിരുന്നു. ഉടമ്പടിയൊക്കെ ലാഗ് ചെയ്താണ്ട് എനിക്ക് പുതിയതായിട്ടൊന്ന് ഉടമ്പടി എടുക്കുമെന്ന് തോന്നി. ആ ഉടമ്പടി എടുത്തു കഴിഞ്ഞ പിന്നെ ഞാൻ ഒരിക്കൽ പോലും ആ ഉടമ്പടിയിൽ നിന്ന് പിന്നോട്ട് പോകാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ആ ഉടമ്പടിയിലെ നിയമം അനുസരിച്ച് തന്നെ പൂർത്തിയാക്കാനായിട്ട് ശ്രമിച്ചു. ആദ്യം ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് എനിക്കത് നിസ്സാരമായിട്ടത് നടത്താൻ സാധിക്കുമെന്നാണ് വിചാരിച്ചത്. കാരണം അത്യാവശ്യം ബൈബിൾ വായനയുണ്ട്, കാരുണ്യപ്രവർത്തനം, ഇൻസെൻറ്റീവ് പോലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉടമ്പടിയൊക്കെ പൂർണ്ണമായിട്ടും പാലിക്കാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ആ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതെൻ്റെ കഴിവ് കൊണ്ട് ഒരിക്കലും നേടാൻ സാധിക്കുകയില്ല, അത് മാതാവിൻ്റെ കൃപ തന്നെ വേണമെന്ന്. പിന്നീട് ഞാൻ 2024 ഉടമ്പടി എടുത്തപ്പോൾ ആ മാതാവിൻ്റെ കൈപിടിച്ച് തന്നെ എൻ്റെ ഉടമ്പടി പൂർത്തിയാക്കാനായിട്ട് എല്ലാ ദിവസവും ആ ഈവനിങ്ങിലെ പ്രാർത്ഥനയിൽ പറയുന്ന പോലെ തന്നെ ഉടമ്പടി പൂർത്തിയാക്കാൻ മാതാവെ എന്നെ സഹായിക്കണമേ, എനിക്ക് കഴിയില്ല, നീ എൻ്റെ കൂടെ വരണം. അങ്ങനെ എന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ ഉടമ്പടി പാലിച്ച് തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും സാക്ഷ്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തുമായിരുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ ഡെയിലി പ്രേയറിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അതിന് എന്തെങ്കിലും തരത്തിൽ മുടക്കം വന്നാൽ പോലും ഞാൻ അത് പ്രാർത്ഥിച്ചിട്ട് കഴിഞ്ഞിട്ടേ വേറെ ഏത് ജോലിയും ചെയ്യുമായിരുന്നുള്ളൂ. അതുപോലെ ആ ഉടമ്പടി പാലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ മകൻ്റെ വിവാഹത്തിൻ്റെ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ വീട് പണി പലപ്പോഴും സാമ്പത്തികമായിട്ട് തകർന്ന അവസ്ഥയിലേക്ക് കടന്നു പോയിട്ടുണ്ട്. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് പറയുമ്പോൾ ദുരന്തമുണ്ടാകാൻ പോകുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദുരന്തം, ആ ദുരന്തത്തെ എങ്ങനെ അഭിമുഖീകരിക്കാമെന്നാണ് മാതാവ് നമ്മളെ സഹായിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒത്തിരിയേറെ കുറവുകളുണ്ടാകുമ്പോൾ ആ കുറവുകളെ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മാതാവ് എങ്ങനെയാണ് മാതാവിൻ്റെ ജീവിതത്തിൽ വന്ന ആ പ്രതിസന്ധികളെ തരണം ചെയ്തത്, അതുപോലെ മാതാവ് എന്നെ സഹായിച്ചുകൊണ്ടിരുന്നു. പലപ്പോഴും ഞാൻ രാത്രിയിൽ എല്ലാ പണിയും കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് കുറച്ച് നേരം ഞാൻ മാതാവിൻ്റെ അടുക്കലിരിക്കും, പ്രാർത്ഥിക്കും. അന്നേ ദിവസം കിട്ടിയ അനുഗ്രഹം നന്ദി പറയും. അതുപോലെ മാതാവിനോട് പറയും, മാതാവേ നാളത്തെ കാര്യങ്ങൾ എനിക്കൊന്നും അറിയില്ല, അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊന്നും അറിയില്ല. ഒത്തിരി സാമ്പത്തികമായിട്ട് തകർന്ന അവസ്ഥയിലൂടെ കടന്നു പോയിരുന്നത്. ആ സമയത്തെല്ലാം മാതാവിൻ്റെ കരം പിടിച്ച് നാളത്തെ കാര്യം എങ്ങനെ നടത്തും, അതേപോലെ ലോൺ അടക്കാനായിട്ടൊക്കെ വരുമ്പോൾ മാതാവിനോട് ഞാൻ പറയും, മാതാവേ നീ തന്നെ എനിക്ക് വഴി കാണിച്ചു തരണം,
നീയല്ലാതെ ഒരു മാർഗ്ഗം എൻ്റെ മുമ്പിലില്ല എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം അത്ഭുതകരമായിട്ട് തന്നെ ആ പൈസ അടക്കാനായിട്ട് ഏതെങ്കിലും തരത്തിൽ എൻ്റെ കയ്യിലേക്ക് വന്നു ചേരുമായിരുന്നു. അതൊക്കെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു. കാരണം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയണം, മാതാവേ നീ ഈ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്തു? നിൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ പ്രതിസന്ധി തരണം ചെയ്തു? അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വന്ന് ഇടപെടണമേ. അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാക്കാനും മകൻ്റെ വിവാഹം ഉറപ്പിച്ചു. പക്ഷെ അത് നടത്താനായിട്ട് ഞങ്ങളുടെ മുമ്പിൽ വഴിയില്ല. കാരണം അവൻ്റെ ജോലി നഷ്ടപ്പെട്ട് വേറൊരു ജോലിയിലേക്ക് കയറി. അപ്പോഴെല്ലാം ഒത്തിരിയേറെ പ്രതിസന്ധികൾ തന്നെയാണ്. എന്നും സാമ്പത്തിക പ്രതിസന്ധി ഞങ്ങളുടെ മുമ്പിൽ ഒരു തൂങ്ങുന്ന വാള് പോലെയായിരുന്നു. അതിനെ മറികടക്കാനായിട്ട് ഈശോ ആ പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾക്ക് തന്ന വലിയൊരു അനുഗ്രഹമായിരുന്നത് ഈ ഉടമ്പടി. അപ്പോൾ എന്തും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഇതേപോലെ തന്നെ കടത്തിൻ്റെ മുമ്പിൽ തകർന്നിരിക്കുന്ന സമയത്തെല്ലാം മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് എന്നെ കരം പിടിച്ച് നടത്തുന്നത് പോലെ എല്ലാം ഇപ്പോഴും എനിക്ക് ശക്തി തന്ന കൂട്ട് തന്നെയാണ്. എന്നൊരു ശക്തിയായിരുന്നു മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ. എന്നും രാത്രി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് എന്നെ ശക്തിപ്പെടുത്തും, കൂടെ ഇരുന്ന് ഭയപ്പെടേണ്ട എന്നുള്ള രീതിയിലേക്ക്. അതുപോലെ ഞങ്ങളുടെ വിവാഹം നടക്കുകയും ചെയ്യണം, വീട് പണി പൂർത്തിയാക്കുകയും ചെയ്യണം. അതിന് യാതൊരു മാർഗവുമില്ലാത്ത അവസ്ഥ. ആ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ കാനായിലെ കല്യാണ വിരുന്നിൽ നീ എങ്ങനെയാണ് ആ വീടിൻ്റെ അപമാനത്തിന് രക്ഷിച്ചതുപോലെ ഞങ്ങളുടെ മകൻ്റെ വിവാഹം സമയത്ത് തന്നെ നടക്കണം, അത് മുടങ്ങരുത്. അതേപോലെ വീടിൻ്റെ പണി അത് പൂർത്തിയാക്കിയില്ലെങ്കിൽ കിടക്കാൻ സാധിക്കില്ല. ഒത്തിരിയേറെ ആ ഒരു പ്രതിസന്ധിയിലായിരുന്നു അതൊന്നും പൂർത്തിയാക്കാൻ പറ്റാത്തത് മൂലം. ആ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞപ്പോൾ മാതാവ് ഇതുപോലെ എന്നെ കരം പിടിച്ച് മാതാവ് മുന്നിട്ട് നിന്ന് ഞങ്ങളുടെ വിവാഹവും അതേപോലെ തന്നെ വീടിൻ്റെ പണിയും പൂർത്തിയാക്കിയത് മാതാവ് തന്നെ തൻ്റെ തിരുക്കുമാരനോടൊപ്പം വന്ന് ഞങ്ങളുടെ മകൻ്റെ വിവാഹം ആർഭാടമായിട്ടല്ല, അത്യാവശ്യത്തിന് എല്ലാ കാര്യങ്ങളും ആത്മീയ മേഖലകളും ആ വിവാഹത്തിൻ്റെ കുദാശ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തി തന്ന് അനുഗ്രഹിച്ചു. അതേപോലെ തന്നെ വീടിൻ്റെ പണിയും എല്ലാം പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. അതെല്ലാം മാതാവ് ഇടപെട്ടത് മൂലമാണ്. അത് തന്നെ തിരുക്കുമാരനോടൊപ്പം വന്ന് മാതാവ് ഞങ്ങളുടെ വിവാഹത്തിൻ്റെ കാര്യവും വീടിൻ്റെ പണിയുടെ കാര്യവും എല്ലാം ഭംഗിയാക്കി തന്ന് അനുഗ്രഹിച്ചു. അതേപോലെ നേർച്ച വസ്തുക്കൾ ഞാൻ എല്ലാ ദിവസവും തൈലം തേച്ച് കുരിശ് വരച്ചിട്ട് മാത്രമേ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോകുകയുള്ളൂ. അതെനിക്കൊരു ധൈര്യമായിരുന്നു. എപ്പോഴും ഞാൻ 2 വീലർ ഓടിക്കുമ്പോഴെല്ലാം എന്നെങ്കിലും ഒരു ദിവസം അയ്യോ ഞാൻ തൈലം തേച്ചില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനാണ്. പക്ഷേ ഇന്ന് ഞാൻ തൈലം തേച്ചിട്ടേ പുറത്ത് പോകുള്ളൂ. അതേപോലെ തന്നെ കാശ് ഉപയോഗിച്ച് എന്നും എൻ്റെ ശക്തിയാണ്. എനിക്ക് പല അപകടങ്ങളിൽ നിന്ന് എന്നെ രക്ഷിച്ചത് ഈ മാതാവിൻ്റെ ഈ ഉടമ്പടി പ്രാർത്ഥന തന്നെയാണ്. 2 പ്രാവശ്യം ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. ഒരു കുഴപ്പവുമില്ലാതെ ഞാൻ എൻ്റെ മകൻ്റെ വണ്ടിയിൽ നിന്ന് വണ്ടി ഇടിച്ച് തെറിച്ചിട്ട് ഞാൻ വീണതുപോലും ഞാൻ അറിഞ്ഞില്ല. ഞാനെങ്ങനെ താഴെ കടന്ന് റോട്ടിൽ ഏറ്റവും വലിയ റോഡുള്ള എരഞ്ഞിപ്പാലം റോട്ടിലാണ് ഞാൻ വന്ന് വീണത്. ആ വീണ് കിടന്നപ്പോൾ ഞാൻ കണ്ണ് തുറക്കുമ്പോൾ എൻ്റെ ബാക്കിൽ മുഴുവൻ വണ്ടികൾ നിരന്ന് നിൽക്കുകയാണ്. പക്ഷേ ഞാൻ വീണത് എങ്ങനെ വീണതാണെന്ന് അറിയില്ല. കൊച്ചിനോട് ഞാൻ ചോദിച്ചു, എൻ്റെ മോനെ ഞാൻ എങ്ങനെ വീണത്? ഞാൻ വീണത് അറിഞ്ഞില്ലല്ലോ, എങ്ങനെ വീണതെന്ന് പറഞ്ഞപ്പോൾ അവന് അമ്മിച്ചി ഭയങ്കര സ്ലോ മോഷനിലാണ് വന്ന് വീണതെന്ന്. അപ്പോഴാണ് ഞാൻ ഓർക്കണേ മാതാവിനെ മടിയിലേക്ക് മാതാവിനെ താങ്ങിയതാണ്. കാരണം വണ്ടിയിലേക്ക് ഒരു വണ്ടി വന്ന് ഇടിച്ചിട്ട് ഞാൻ മാത്രം തെറിച്ചു പോയിട്ടും ഞാൻ ഒരു പോറൽ പോലും ഇല്ലാതെ മാതാവിനെ കാത്തു. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം വെള്ളത്തിൽ തെന്നി വീണിട്ടും ആ സമയത്തും ഒരു കുഴപ്പമില്ലാതെ എന്നെ സംരക്ഷിച്ചു. ഇത്രയേറെ സംരക്ഷണം എനിക്ക് കിട്ടിയത് ഞാൻ ഉടമ്പടിയിലായതുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. മാതാവിൻ്റെ ഒരു സംരക്ഷണം ആ സമയത്തെല്ലാം എനിക്കുണ്ടായിരുന്നു. ഞാൻ അതേപോലെ തന്നെ വീടിന് കടം തീരാനായിട്ട് ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ വീടിൻ്റെ പണി പൂർത്തിയാക്കാനായിട്ട് എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് തന്നെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ഞാൻ ഓരോ ജപമാല ചെല്ലുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഓരോ രഹസ്യവും അവസാനിപ്പിക്കുന്നത്. അതെനിക്ക് ഒത്തിരി അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു ദിവസം ഇതേപോലെ തന്നെ 2-3 ലക്ഷം രൂപ അടയ്ക്കേണ്ട സമയത്ത് ഒത്തിരിയേറെ പ്രതിസന്ധിയായിരുന്നു. ആ സമയത്ത് എനിക്ക് വഴി കാണാതിരുന്നപ്പോൾ ഞാൻ അന്ന് മുട്ടുകൂത്തി നിന്ന് ഓരോ ജപമാല ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഓരോ രഹസ്യത്തിനിടയിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചതിന് അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി 2 ലക്ഷം രൂപ എനിക്ക് കിട്ടുമെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരാൾ 1 ലക്ഷം രൂപ തന്നു. അതേപോലെ തന്നെ പിന്നെ കിട്ടിയത് ഒരു 90,000 രൂപയാണ്. അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു, മാതാവേ 2 ലക്ഷം ഞാൻ ചോദിച്ചിട്ട് 190,000 കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് ഇന്നപ്പോൾ ഞാൻ മാതാവ് ബാക്കിയുള്ളത് തന്നിരിക്കും, എനിക്കൊരു ഉറപ്പായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ തന്നെ എൻ്റെ ഒരു ആങ്ങളുടെ മോള് എനിക്കൊരു 10,000 രൂപ ഇട്ട് തന്നോണ്ട്, ആൻറ്റി ഞാനൊരു 10,000 രൂപ ഇട്ട് തന്നിട്ടുണ്ടെന്ന്.
അപ്പോൾ ഞാൻ ചോദിച്ച 2 ലക്ഷം രൂപ ആ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ തന്നു. ഞാൻ ഓടി വന്ന മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നന്ദി പറയുകയും ചെയ്തത്. മാതാവ്, നീ എന്നെ എത്രമാത്രം കരുതുന്നുണ്ടെന്ന്, എൻ്റെ സങ്കടങ്ങളിൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് ഈ മാതാവിനോട് പ്രാർത്ഥിച്ച് ആ ശക്തി കിട്ടുമ്പോഴാണ്. ഒപ്പം ഈശോ എന്നെ ഒത്തിരിയേറെ ഈശോയുടെ ആ സ്നേഹത്തിലേക്ക് ഈ മാതാവിലൂടെ എന്നെ അടുപ്പിച്ചിട്ടുള്ളത്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ കിട്ടാനായിട്ടൊക്കെ ഒത്തിരിയേറെ എന്നെ സഹായിച്ചിട്ടുണ്ട് ഈ ഉടമ്പടിയിലൂടെ. അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങളാണെങ്കിൽ ഞാൻ അമ്മച്ചിമാരെയൊക്കെ കുളിപ്പിക്കാൻ പോകുന്നു ഒരു അനാഥാലയത്തിൽ. അതുപോലെ ഞാനിന്ന് പ്രാർത്ഥിക്കും, ഇന്ന് എനിക്ക് 2-3 അമ്മച്ചിമാരെയൊക്കെ കുളിപ്പിക്കാനായിട്ട് ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമേ പോകുള്ളൂ. പക്ഷേ അപ്പം ഞാനൊരു ദിവസം ഇതേപോലെ പ്രാർത്ഥിച്ചു, ഇന്ന് എനിക്ക് 2-3 അമ്മച്ചിമാരെ കൂടി കുളിപ്പിക്കാൻ പറ്റണേ, ഒരു 6 അമ്മച്ചിമാരെ എനിക്ക് കുളിപ്പിക്കാൻ പറ്റണേന്ന്. അതുപോലെ തന്നെ അന്ന് 6 അമ്മച്ചിമാരല്ല 8 അമ്മച്ചിമാരെ കുളിപ്പിക്കാൻ പറ്റിയായിരുന്നു. അത് കിടപ്പായ രോഗികളാണ്. അപ്പോൾ വേഗം കുളിപ്പിക്കാനായിട്ട് സാധിച്ചു. ഒരാൾ സഹായിക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും പോയി 3 അമ്മച്ചിമാരെ കുളിപ്പിക്കാനായിട്ട് ആ അമ്മച്ചിമാരുടെ സ്നേഹവും കരുതലും, അതേപോലെ തന്നെ വിവാഹത്തിന് മുമ്പായിട്ട് അമ്മച്ചിമാരുടെ അടുത്ത് എൻ്റെ മോനെ കൊണ്ടുപോയി അവരുടെ ഒരു അനുഗ്രഹം കിട്ടാനായിട്ടും എനിക്ക് ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഫുഡ് കൊടുക്കാനായിട്ടാണെങ്കിലും അംഗവൈകല്യമുള്ള കുറച്ച് പേര് താമസിക്കുന്ന ഒരു ഭവനമുണ്ട്. അവിടെയെല്ലാം ഇടയ്ക്ക് കൊണ്ടുവന്ന് ഫുഡ് കൊടുക്കാനും, പിന്നെ മറ്റുള്ളവരെ ആരായാലും സഹായവശനം ആര് വന്നു കഴിഞ്ഞാലും അവരെ സഹായിക്കാനായിട്ട്, സാമ്പത്തികമായിട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടാണെങ്കിലും സഹായിക്കാനായിട്ട് ഈ ഉടമ്പടിയിലൂടെയാണ് എനിക്ക് അതിനൊരു ശക്തി ലഭിച്ചത്. മാതാവാണ് എൻ്റെ കൂടെ നടന്ന് അതിനുവേണ്ടി ശക്തി തന്നത്. മാതാവ് എങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറ്, മാതാവേ നീ തിടുക്കത്തിൽ പോയി എലീശാമയെ സന്ദർശിച്ച് അവരെ ശുശ്രൂഷിച്ചതുപോലെ തന്നെ ആ ഒരു തീഷ്ണതയോടുകൂടി എനിക്ക് അമ്മച്ചിമാരെ കുളിപ്പിക്കാനും അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ടുള്ള കൃപ തരണമേന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. ദൈവമേ, എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഞാൻ ഓരോ പ്രാവശ്യവും ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴും എല്ലാം ആ മാതാവിനും കിട്ടുന്ന ഒരു നന്ദിയായിട്ട്. മാതാവിനും നന്ദി, ഈശോയെ ആരാധന, ഈശോയെ സ്തോത്രം, ഈശോയെ മഹത്വം. കഴിഞ്ഞ 4 വർഷത്തിനിടയിലും 3 കമ്പനി മാറിയ വ്യക്തിയാണ് ഞാൻ. ഇതുകൊണ്ട് തന്നെ നല്ല ഒരു സാമ്പത്തിക പ്രോബ്ലം ഉണ്ടായിരുന്നതിന് കാരണം ഞങ്ങളുടെ വീടിൻ്റെ കാര്യവും എൻ്റെ കല്യാണത്തിൻ്റെ കാര്യവും ഒക്കെ അവതാളത്തിലായിരുന്നു. അമ്മച്ചിയുടെ ഒരു ഭക്തി കാരണം മാത്രമാണ് ഞങ്ങളുടെ ഇതൊക്കെ ഒരു നിലയിലെത്തിയത്. കഴിഞ്ഞ 21-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ കല്യാണം. എൻ്റെ വൈഫ് വരാനിരിക്കണമായിരുന്നു. അവൾക്ക് പനി ആയതുകൊണ്ട് വരാൻ ഇന്ന് സാധിച്ചില്ല. മാതാവിന് ഒത്തിരി നന്ദി. സങ്കീർത്തനങ്ങൾ 138:7 കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു. അവിടുത്തെ വലതുകരം എന്നെ രക്ഷിക്കും. എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. സൽമി അംബ്രോസ് എന്ന ഈ അമ്മച്ചിയുടെ വളരെ ആത്മാനുഭവമുള്ള സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. അമ്മയുടെ ഓരോ വാക്കുകളും അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും കരങ്ങളിൽ ജീവിതം എത്ര ശരണപ്പെട്ട് കൊടുത്തുവെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. കഷ്ടതകളുടെയും ക്ലേശത്തിൻ്റെയും മാത്രം ദിവസങ്ങൾ, അത് ജപ്തി നടപടിയുടെ പ്രതിസന്ധി, ഭവനത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാവാത്ത അവസ്ഥ, മകൻ്റെ വിവാഹത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ എങ്ങും എത്താത്ത സാഹചര്യങ്ങൾ, അങ്ങനെ ഏറെ കാര്യങ്ങൾ എങ്ങുമെങ്ങും എത്താതെ ഒന്നിനു പുറകെ ഒന്നായി പ്രയാസങ്ങൾ മാത്രം വീടിനകത്തേക്ക് ഇരച്ചു കയറി വരുമ്പോൾ അമ്മ മാതാവിൻ്റെ തിരുനടയിലുള്ള പ്രാർത്ഥനയിലൂടെ അത് ഓരോന്നിനെയും ഇങ്ങനെ തടഞ്ഞു നിർത്തുകയും അമ്മയുടെ സംരക്ഷണം ലഭിക്കുന്ന പുതിയ ഊർജവും പുതിയ വെളിച്ചവും അമ്മ തന്നെ ഒരുക്കി കൊടുക്കുന്ന പദ്ധതികളിലൂടെയും ജീവിത വിഷയങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടതിനെയാണ് ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. സഹോദരിയുടെ വാക്കുകളിൽ നിരന്തരമുള്ളത് പ്രത്യാശയുള്ള ഒരു ആത്മീയ ജീവിതത്തിൻ്റെ തെളിച്ചമാണ്. ഒന്നിനെക്കുറിച്ചും ആദ്യ പിടിക്കാതെ എൻ്റെ അമ്മ മാതാവ് ഈശോയോട് പറഞ്ഞാൽ കാനായിലെ കുറവ് തീർത്തവൻ എൻ്റെ കുടുംബത്തിൻ്റെ ക്ലേശങ്ങൾ അകറ്റിത്തരും, പൂർണ്ണമായി തീർത്തു തരും എന്ന വലിയ സംരക്ഷണമുള്ള ഒരു പ്രാർത്ഥന തന്നോടൊപ്പം ചേർത്ത് അമ്മ ജീവിച്ചതാണ് സൂചിപ്പിച്ചത്. അമ്മയുടേതായ രീതിയിൽ ആ ആത്മീയ ജീവിതത്തിന് പോലും ഒരു തിളക്കം കൊടുത്തു. ഓരോ ജപമാല രഹസ്യം തീരുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൊടുത്ത് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാകുവാൻ തൻ്റെ കുടുംബത്തെ സവിശേഷമാവിധം സഹായിക്കണമെന്ന് അമ്മയുടെ കരങ്ങളിൽ ഈ നിയോഗങ്ങളെ, ചെറുതല്ല വലിയ നിയോഗങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ഈ നാളുകളിൽ ജീവിച്ചത്. അമ്മ തന്നെ നമ്മളോട് സൂചിപ്പിച്ചു ജപ്തി നടപടി എങ്ങനെ ഒഴിവായി മാറിയെന്ന്. ആ അവസാന ദിവസങ്ങളിൽ ജപ്തി എത്തുമെന്ന് കരുതിയ നിമിഷങ്ങളിൽ
ഓരോരുത്തരായി പണം തരികയും അത് കൊടുത്ത് അതിൽ നിന്ന് ഒഴിവാകാനും പിന്നെ മകന് കിട്ടിയ ജോലിയിലൂടെ ആ കടങ്ങളൊക്കെ വീട്ടി സുരക്ഷിതമാകുവാനും സാധിച്ചതിനെ സാക്ഷ്യപ്പെടുത്തി. വീണ്ടും ഭവനത്തിൻ്റെ നിർമ്മാണം 4 വർഷം ഒരനക്കമില്ലാതെ നിന്നിട്ട് അവിടെ ഉടമ്പടി ഉപ്പ് വിതറി പ്രാർത്ഥിക്കുകയും അമ്മയുടെ കരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴും മകൻ്റെ ജോലിയിടങ്ങളിൽ ക്ലേശങ്ങൾ മകന് പ്രതിസന്ധികൾ വരുന്നുണ്ടെങ്കിൽ കൂടിയും ആ ഭവന നിർമ്മാണത്തെ അമ്മ തന്നെ ഏറ്റെടുത്ത് കൂടെ നിന്ന് പണിത് അത് പൂർത്തീകരിക്കുന്നത് പോലെ വേഗത്തിൽ അത് സുന്ദരമായി പണിതീർക്കുവാൻ അമ്മ സഹായിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. അമ്മ അതിനോട് ചേർത്ത് പറഞ്ഞു, പലപ്പോഴും പണത്തിൻ്റെ ആവശ്യം വരുമ്പോൾ നാളെ എന്തെന്നറിയാതെ തലേന്നിങ്ങനെ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ അമ്മ മാതാവ് തന്നെ അടുത്ത ദിവസത്തേക്കുള്ളത് ക്രമീകരിച്ച് തരുമെന്ന്. ദൈവപരിപാലന എത്ര വലുതെന്ന് അനുഭവിച്ച കുടുംബമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒന്നുമില്ലായ്മയിൽ ദൈവം പരിപാലിക്കും, ദൈവം വഴിയൊരുക്കും, ദൈവം നമുക്ക് വേണ്ടി വ്യക്തികളെയും സാഹചര്യങ്ങളെയും ഒരുക്കിത്തരുമെന്ന് കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ട് ആ ഒരു പ്രത്യാശയുള്ള ജീവിതം എത്ര കണ്ട് തൻ്റെ കുടുംബത്തെ സഹായിച്ചുവെന്ന് സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മകൻ്റെ വിവാഹവും അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്ത നിയോഗങ്ങൾ ഓരോന്നും അമ്മ ഏറ്റെടുത്ത് സുന്ദരമായി സന്തോഷകരമായി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ പറ്റും വിധം ജീവിതത്തിന് ഉറപ്പ് നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. ഈ കുടുംബത്തിന് ലഭിച്ച ഓരോ ജീവിത അനുഗ്രഹത്തിനും പ്രത്യേകമാംവിധം ലഭിച്ച ആത്മീയ ബോധ്യങ്ങൾക്കും പ്രത്യാശയർപ്പിച്ച് ഇല്ലായ്മയിൽ പ്രാർത്ഥിക്കുവാൻ നൽകിയ ധൈര്യത്തിനും അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.